നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ? എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു. തെറിഞ്ഞ മണി കൊണ്ടോ അവന്റെ ഒരു അളവെടുപ്പ്. നീ എവിടേക്കാണ് ഓടിപ്പോയത്? എന്തിനാ എന്നെ ശവം പൊക്കിക്കൊണ്ടുപോവാനോ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന. സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ? ചെമ്പ് സ്വർണ്ണം ചേർത്തോ? ആഭരണം പണിത് അനാവശ്യം പറയരുത്. ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. എന്താ തട്ടാര്, മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടുപോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ? ഓ മോൻ, പട്ടിക്കുമില്ലേ മക്കള്? കേടോ, കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായിട്ട് ആരാ കൂട്ടുന്നേ? അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ, ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ. കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ, ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കായിരിക്കും. കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാരാ. എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടുകൂടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ്. അങ്ങനെയല്ല, കൊച്ചിന് വയറിന് തീരെ സുഖമില്ല. അപ്പൊ ഇത്തിരി മുത്തങ്ങ വറക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്ക. ഇങ്ങോട്ട് വയ്ക്കേ. വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ. തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാൻ തട്ടാരെ, എന്റെ മെഷീൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ വരട്ടെ. അച്ചുതട്ടാര് പണം പലിശക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്റെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ,
ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്യുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. ഉം. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങട് വാ. വാ, ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ചേട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് 1-2 ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്യുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ? ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് തയ്ക്കുന്നുണ്ട്, അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. എന്നും ഇങ്ങനെ തന്നെ കഴിയാനാ ഉദ്ദേശം? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. നീ മാത്രം. നീ എന്നാ വന്നത്? ഇന്നലെ. നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമില്ലി തന്നെ പണി. ആ, തങ്കപ്പേട്ട് നാളെ വൈകിട്ടേ എത്തൂ. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടല് പൊട്ടിക്കുക. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാൻ ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്ന മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി.
ഉണ്ണിയില്ലേ? ഇല്ല, ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛൻ്റെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്ന് എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ?